ഹലോ ഗെയ്സ്, നമ്മൾ എന്ത് ചെയ്താലും ഒന്നും ശരിയാവാത്ത ചില ദിവസങ്ങളുണ്ടാവാറില്ലേ? ഇന്ന് എനിക്ക് അതുപോലത്തെ ഒരു ദിവസമാണ്. നമ്മൾ ഒരു റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും റൈഡ് പോയി, നമുക്ക് പോകാൻ പറ്റിയില്ല, പനിയായിരുന്നു. അതുകൊണ്ട് ലോങ് റൈഡ് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ ഒരു പടത്തിന് പോയാലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ പടത്തിന് നോക്കുമ്പോൾ ടിക്കറ്റൊക്കെ അവൈലബിളാണ്. ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കുമ്പം ആരുമില്ല. പിന്നെ ഒറ്റയ്ക്ക് പോകാനൊരു മൂഡില്ലാത്തതുകൊണ്ട് പടത്തിന് പോയില്ല. അങ്ങനെ മഴയൊക്കെ കണ്ട് റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് കുറേ നേരം ഇരുന്നു. സൺഡേ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണോ എന്നും അറിയില്ല, ഇന്ന് സമയമൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ മുന്നേ ഈ വണ്ടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ പോകാൻ വേണ്ടി വളരെ എക്സൈറ്റ്മെൻറ്റ് തോന്നിയ 1-2 സ്ഥലങ്ങളുണ്ട്. അന്ന് ഇങ്ങോട്ടൊക്കെ വരണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ, അന്ന് അച്ഛൻ്റെ ബൈക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടൊക്കെ വരണം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ രാത്രി ഉറക്കമുണ്ടാവില്ല. രാവിലെ നേരത്തെ എഴുന്നേക്കും. എന്നിട്ട് ബൈക്കെടുത്ത് ഫ്രണ്ടിനൊക്കെ ഡബിളെടുത്ത് അങ്ങനെ വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ലോങ് റൈഡൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളോടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ നിന്നു. ഇപ്പോൾ വീടിൻ്റെ അടുത്തായിരുന്നിട്ട് കൂടി ഈ ഒരു സ്ഥലത്തേക്കൊക്കെ ഞാൻ വന്നിട്ട് ഒരുപാട്, എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മേലെയായും തോന്നുന്നുണ്ട്. അത്രയും നാളായി. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാലാങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്വീൻ ഓഫ് ഹിൽസ് എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. നല്ല കിടിലൻ വൈബുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ മനസ്സിലാവും, ആ വൈറ്റ് കാണുന്നത് ആകാശമല്ല, ഫുള്ള് കോടയാണ്. അപ്പോൾ അയ്യോ, ഓക്കെ, റോഡ് ഇത്രയും ഹാർഡായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല മുന്നേ. എന്തായാലും സംഭവം കൊള്ളാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പ്ലാൻ ചെയ്ത് ലോങ് റൈഡൊക്കെ പോയിട്ട് കുന്നും മലയൊക്കെ കയറി കാണുന്ന ആ ഒരു വൈബ് തന്നെയാണ് ഈ ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നത്. നിങ്ങൾക്ക് റൂട്ടൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. പക്ഷേ നിങ്ങൾക്കിപ്പം 2 വീലർ ഏത് തന്നെയാണെങ്കിലും ഇതിലൂടെ ഈസി ആയിട്ട് കയറി വരും, കുഴപ്പമൊന്നുമില്ല. ഒറ്റയ്ക്കൊക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യണം. ഇടയ്ക്ക് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ എന്നിരുന്നാലും സ്ഥലം കൊള്ളാം. തൽക്കാലം നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം മുന്നത്തെ പോലെയല്ല, അവിടെ ഇപ്പം ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിലവിൽ പാസ് ചെയ്യുന്നില്ല, ആളുകൾ കയറുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളതിന് നമ്മളൊരു എക്സാമ്പിളായി മാറും. പണ്ട് മുതലേ എങ്ങനെയാണ്, ഉടായ്പ് കാണിച്ചാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. ആളുകൾ ഉണ്ടാവില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ആളുകളുള്ളപ്പോൾ ക്യാമറയെ സംസാരിക്കാൻ എനിക്ക് ചമ്മലാണ്. വണ്ടി കാണുന്നുണ്ട്. ഈ കാർ എങ്ങനെയാണ് ഇവരിങ്ങോട്ട് ഇറക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്ഥലം. ഞാൻ നമ്മുടെ ക്യാമറ കാണിച്ചു തരാം. ഇതിൽ ഫോഗ് വരുന്നുണ്ടോ? ഈ ഫോഗ് കാരണമാണ് നമ്മുടെ ക്ലാരിറ്റി പോകുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് പറഞ്ഞുതരിക, ഈ സാധനം എങ്ങനെ ക്ലിയർ ചെയ്യുമെന്നുള്ളത്. ഇപ്പോൾ വെയിൽ വന്നു. ഇത്രയും നേരം നമ്മൾ കയറി വരുമ്പോഴേക്കും ഇവിടെ കോടയായിരുന്നു. അവിടെ നിന്ന് കോട ഇറങ്ങി പോകുന്നുണ്ട്. താഴെ എവിടെയോ വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇത്രയും നേരം മഴയും കോടയുമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് കോട ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു മേഘം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ്, ഫൈനലി കോട ഇവിടെ വരുത്തി. നല്ല കിടിലൻ വൈബാണ്. മെല്ലെ മെല്ലെ കയറി വരുന്നുണ്ട്. നമ്മൾ നിന്ന ഭാഗം മുഴുവൻ കവറാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. കിടിലൻ വൈബാണ്, വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. കോട കയറി വരുന്നുണ്ട്. ചെറിയൊരു മഴക്കാറുണ്ട്, അതിൻ്റെ കൂടെ വെയിലുമുണ്ട്. കുറുക്കൻ്റെ കല്യാണമായി എന്ന് തോന്നുന്നുണ്ട്.
ആ ഭാഗത്തൊക്കെ മലയുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കംപ്ലീറ്റ് കവറായി, കയറി വരുന്നുണ്ട്. കോട മൊത്തം ഇറങ്ങിപ്പോയിട്ടുണ്ട്, ആകാശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ചെറുതായി വെയിൽ വന്നാൽ ഇതാണ് അവസ്ഥ. അവിടെ ഒരു മണ്ണിട്ടൊരു റോഡ് പോലെ കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ മുന്നേ വന്നപ്പോഴും നമ്മൾ ഈ വഴി വന്നിട്ടില്ല കേട്ടോ. ഇത് എങ്ങോട്ടാ എത്തുകയെന്നറിയില്ല, എന്നാലൊന്ന് പോയി നോക്കാം. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ആൾക്കാണ്. ഇറങ്ങുന്നതെന്ന് അറിയില്ല. ABS നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നമ്മുടെ സീറ്റിൽ കോട്ട് വെച്ചതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാനും പറ്റുന്നില്ല കേട്ടോ. ഇതേ വേറെ വഴിയുണ്ടോ അല്ലെ തിരിച്ച് കയറേണ്ടി വരുമോ ഒന്നും അറിയില്ല. ഇത് നേരെ എങ്ങോട്ടേക്കാ? ഇറങ്ങിപ്പോയാൽ മതി നേരെ. ആ ആ ആ ഓക്കെ. താങ്ക്ഫുള്ളി നമ്മൾ ക്യാമറ സെറ്റാക്കാൻ ഇറങ്ങിയ ഗ്യാപ്പിൽ അവന്മാർ ത്രിബിളെടുത്തിട്ടാണ് സ്കൂട്ടിയും കൊണ്ട് ഇറങ്ങിപ്പോയത്. സമ്മതിക്കണം, ബൈക്ക് കൊണ്ട് ഇറക്കാൻ തന്നെ പാടാണ്. അതുപോലെ നമ്മൾ പോകുന്ന റോഡിലേക്ക് കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. താഴെ വേറെ 3 പേര് നിൽക്കുന്നുണ്ട്. ക്യാമറയൊക്കെ കണ്ടിട്ട് ഇവൻ ഏതാണെന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. കുടുങ്ങിയ ഈ കല്ല് മാറ്റിയില്ല തട്ടു. ഇത് ഇവർ ഇവിടെ കുറച്ച് നേരമായി സ്റ്റക്കായിട്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ റേഞ്ചും ഇല്ല, വേറെ വണ്ടികളൊന്നും കടന്നു വരികയില്ല. അപ്പോൾ തൽക്കാലം ക്യാമറ ഓഫാക്കി വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാൻ. കയറ്റിക്കോ. ബൈക്ക് കുഴപ്പമില്ല, ഇതിലെ പോവായിരിക്കും. ആ
ഇന്ന് വന്നതിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. പിന്നെ വീഡിയോ എടുത്ത് നിൽക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ക്യാമറ ഓഫ് ചെയ്തിട്ട് കാറ് തള്ളാൻ പോയത്. എന്തായാലും സംഭവം കൊള്ളാം. ഇവരാണ് നമ്മുടെ ആളുകൾ. കാലാങ്കി മുന്നേ വന്നിട്ടുണ്ടെങ്കിലും കാലാങ്കി ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ആദ്യമായിട്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും നാൾ ഇവിടെ വന്നിട്ട്. വിട്ടില്ല ഒന്നും പറയാൻ. ആ ഇതവിടെ ഉള്ളതാ? ഓഹോ, ആ ഹാ. അത് നിങ്ങൾ ഇറങ്ങി അതിൻ്റെ അങ്ങോട്ട് നടക്കണം അല്ലേ? ആ ഹാ ഹാ. ഈ സ്ഥലമൊക്കെ അതിൻ്റെതായ ഭംഗിയിൽ നിങ്ങളെ കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലെൻസിൽ ഫോഗ് വന്നത് കാരണം അത് പറ്റുന്നില്ല. വെറുതെ ഒരു റൈഡിന് ഇറങ്ങിയാൽ നമുക്ക് കിട്ടിയത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.